3 നിറങ്ങളിലുള്ള ടൈഗർ കലാഞ്ചോ എത്തിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ നഴ്സറിയിൽ കലാഞ്ചോ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. ഒരുപാട് കസ്റ്റമേഴ്സ് പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഈ ഒരു കലാഞ്ചോ പ്ലാന്റ്സ് ആവശ്യപ്പെടാറുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ അടുത്ത് നോർമൽ കലാഞ്ചോസ് എത്തിയിട്ടില്ല, ടൈഗർ കലാഞ്ചോ. ഇത് വളരെ റെയറായിട്ട് മാത്രമാണ് കിട്ടാറുള്ളത്. യെല്ലോയും ഓറഞ്ചും ഒക്കെ ഇടയ്ക്ക് കിട്ടാറുണ്ട്. പിങ്ക് ഷെയ്ഡ് ഇതുവരെ നമുക്ക് ടൈഗർ കലാഞ്ചോൻ്റെത് അവൈലബിൾ അല്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഈ ഒരു പിങ്ക് ഷെയ്ഡും കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചത്. ഇത് ടൈഗർ കലാഞ്ചോ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ഈ ഫ്ലവർ കാണുമ്പോൾ അറിയായിരിക്കും. ഇതിൻ്റെ ഈ പൂക്കൾക്ക് ഉള്ളിൽ കൂടെ ഒരു മെറൂൺ ഷെയ്ഡിലുള്ള ഒരു ലൈൻസ് ഇങ്ങനെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ ടൈഗർ കലാഞ്ചോ എന്ന് വിളിക്കുന്നത്. 3 നിറങ്ങളാണുള്ളത്: യെല്ലോ, ഓറഞ്ച്, ഒരു ഡാർക്ക് മജന്ത പോലത്തെ ഒരു പിങ്ക് ഷെയ്ഡ്. ഇതിൻ്റെ സിംഗിൾ ഷൂട്ടാണ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത്. ബുഷിയായ പ്ലാന്റ്സ് വേണമെങ്കിൽ അത് പ്രത്യേകം എൻക്വയറി ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി. 3 ഷൂട്ട്, സിംഗിൾ ഷൂട്ടിൻ്റെ 3 പ്ലാന്റ്സിന് 299 രൂപയാണ് കേരളത്തിൽ എവിടെയായാലും വരുന്ന പ്രൈസ്. നമ്മൾ കറക്റ്റ് പ്ലാന്റ് സൈസ് ഒക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കണം. കലാഞ്ചോ പ്ലാന്റ്സിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, നനവിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ലീഫൊക്കെ ഒരു ലഷ്യായിട്ടൊരു സക്കുലൻ ടൈപ്പ് ലീഫുകളാണ്. അതുകൊണ്ട് പറ്റ ഡ്രൈ ആയി പോവരുത്, എന്നാൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മാക്സിമം ഒഴിവാക്കേണ്ടതാണ്. ഇവയ്ക്ക് പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് ചകിരിച്ചോറ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല ഉണക്കമുള്ള ചാണകപ്പൊടി, എന്ത് വളങ്ങളാണ് ചേർക്കുന്നതെങ്കിലും അതിൽ ഫംഗൽ ബാധയൊന്നും ഇല്ലാത്ത നല്ല ഉണക്കമുള്ളത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇതിൻ്റെ പോട്ടി മിക്സിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഉമ്മി. നമ്മൾ നെല്ലൊക്കെ കുത്തുമ്പോൾ കിട്ടുന്ന ഉമ്മി ഉണ്ടല്ലോ, അത് ആഡ് ചെയ്താലും നല്ലതായിരിക്കും. പിന്നെ നമ്മൾ കൂടുതലായിട്ട് വളങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ ഹാർഡി പ്ലാന്റ്സിന് ചേർക്കുന്ന പോലെ കൂടുതൽ വളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പ്ലാന്റിൽ പുതിയ ലീവ്സൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഫെർട്ടിലൈസേഴ്സ് സ്പ്രേയിങ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. 90 പോലുള്ള ഫെർട്ടിലൈസറൊക്കെ സ്പ്രേയിങ് ആയിട്ട് കൊടുക്കാം. ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കണമെന്നില്ല. ചെറിയൊരു ഷെയ്ഡിൽ വെച്ചിട്ട് ഒരു 2 ദിവസം ഇടവിട്ട് നനവ് കൊടുത്താൽ മതിയാകും. കട്ടിങ്സിൽ നിന്നും അതുപോലെ ലീഫിൽ നിന്നും നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കട്ടിങ്സ് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകിൽ ഒരു ലേശം മണലിൽ, പൂഴിമണലിൽ കട്ടിങ്സ് പിടിപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ചകിരിച്ചോറിലും കട്ടിങ്സ് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. വളങ്ങളൊന്നും ഇല്ലാത്ത മീഡിയം വേണം പിടിപ്പിക്കാൻ, റൂട്ട് പിടിപ്പിക്കാനായിട്ട് എടുക്കേണ്ടത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. വിത്തൗട്ട് പോട്ടായിട്ടാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് അയക്കുക. അല്പം മണ്ണോട് കൂടെ തന്നെ ആയിരിക്കും അയക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പ്ലാന്റ്സ് ഹോം ഡെലിവറി ആയിട്ട് ലഭിക്കുന്നതാണ്. 3 പ്ലാന്റ്സിന് 299 രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള ഒരു പ്രൈസ്. കേരളത്തിൽ എവിടെയായാലും ഈ പ്ലാന്റ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.